ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? ഇന്നും നമ്മൾ മലയാളികളായ നമുക്ക് അത്ര പരിചിതമല്ലാത്ത എന്നാൽ വളരെ രസകരമായ ഒരു കവിതാരൂപത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഏതാണെന്ന് ഊഹിക്കാമോ? ഒരു ചെറിയ സൂചന തരാം. ഇത് ജപ്പാനിൽ നിന്നുള്ള ഒരു കവിതാരൂപമാണ്. വളരെ കുറഞ്ഞ വരികളിലൂടെ വലിയ ആശയങ്ങൾ പറയുന്ന ഒരു രീതി. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അതേ, കറക്റ്റ്, ഹൈക്കു. നമ്മൾ ഇന്ന് ഹൈക്കു കവിതകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമോ, ഹൈക്കു കവിതകൾക്ക് ഒരു പ്രത്യേക നിയമമുണ്ട്. അതായത് 5, 7, 5 ഇങ്ങനെ മൊത്തം 17 അക്ഷരങ്ങളോ വാക്കുകളോ ചേർന്ന 3 വരികളാണ് സാധാരണ ഹൈക്കുവിലുണ്ടാകുന്നത്. ഇത് പ്രകൃതിയെക്കുറിച്ചോ ഒരു നിമിഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വികാരത്തെക്കുറിച്ചോ ആകാം. വളരെ കുറഞ്ഞ വാക്കുകളിൽ ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെയാണത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 3 ഹിന്ദി ഹൈക്കു കവിതകൾ പരിചയപ്പെടുത്താം. ഓരോ കവിതയും വായിച്ച് അതിലെന്താണ് കവി പറയാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താൻ ശ്രമിക്കാം. അതിനുശേഷം ഓരോ കവിതയിലും ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ചർച്ച ചെയ്യാം. റെഡിയാണോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ കവിതയിലേക്ക് പോകാം. ഞാനിതൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതിലെന്താണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിക്കണം. സുഖായ ബാഡ്, സാഹബ് കെ ആംഗൻ സദാ ഭൂഹാർ. കവി സുരേഷ് ഗാമ യാദവ്. എന്താ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? സുഖ എന്ന് വെച്ചാൽ വരൾച്ച, ബാഡ് എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം, സാഹബ് കെ ആംഗൻ എന്ന് വെച്ചാൽ ഒരു പക്ഷേ ദൈവത്തിന്റെ മുറ്റമെന്നോ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതമെന്നോ ഒക്കെ നമുക്ക് എടുക്കാം. സദാ ഭൂഹാർ എന്ന് വെച്ചാലോ എപ്പോഴും ഒരു ചെറു തണുത്ത കാറ്റ് അല്ലെങ്കിൽ ജലത്തിന്റെ സാന്നിധ്യം. എന്തായിരിക്കും കവി ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? വളരെ നന്നായി, നിങ്ങൾ ഓരോരുത്തരും ഓരോ തലത്തിൽ നിന്ന് ചിന്തിച്ചു. ഇവിടെ കവി ഒരുപക്ഷെ പറയാൻ ശ്രമിക്കുന്നത് ഒരു വലിയ ശക്തിയുടെ അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യന്റെ ജീവിതത്തിൽ വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും, അതായത് നല്ല സമയമായാലും മോശം സമയമായാലും ഒരുതരം സമാധാനമോ അനുഗ്രഹമോ അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസമോ എപ്പോഴും ഉണ്ടാകുമെന്നാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്തയാണിത്. ഇനി ഈ കവിതയെക്കുറിച്ച് ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്: സാഹബ് കെ ആംഗൻ സദാ ഭൂഹാർ അവിടെ ഏതവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? അതെ, അതായത് ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും ദുരിതങ്ങൾ ഉണ്ടായാലും അതിനിടയിലും പ്രത്യാശയും ആശ്വാസവും സമാധാനവും കണ്ടെത്താൻ സാധിക്കുന്ന ഒരവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? നന്നായി. ഇനി നമുക്ക് രണ്ടാമത്തെ ഹൈക്കുവിലേക്ക് പോകാം. പിതാനെ ഢൂണ്ടി ലാഠിയാം ബുഢാപ്പേക്കി ദീഖ്തി നെഹിം. എന്താ ഇതിൽ നിന്ന് മനസ്സിലായത്? പിതാനെ ഢൂണ്ടി, പിതാവ് അന്വേഷിച്ചു. എന്താണ് അന്വേഷിച്ചത്? ലാഠിയാം ബുഢാപ്പേക്കി, വാർദ്ധക്യത്തിലെ ഊന്നുവടികൾ. ദീഖ്തി നെഹിം, കാണുന്നില്ല. വളരെ നന്നായി ചിന്തിച്ചു. ഇതൊരു ഹൃദയസ്പർശിയായ കവിതയാണ്. ഒരു പിതാവ് തന്റെ വാർദ്ധക്യത്തിൽ ഊന്നുവടികൾ തേടുന്നു, പക്ഷെ അവ കാണുന്നില്ല എന്ന് കവി പറയുന്നു. ഇതിന് പല അർത്ഥങ്ങളുണ്ടാകാം. ഒന്നാമതായി, ഒരു പിതാവ് അത്രമാത്രം ആരോഗ്യവാനാണ്, അദ്ദേഹത്തിന് വാർദ്ധക്യത്തിന്റെ ബലഹീനതകൾ വന്നിട്ടില്ല, ഊന്നുവടിയുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് കാണാത്തത് എന്ന് പറയാം. രണ്ടാമത്, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തെ അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടാകാം, ഊന്നുവടിയുടെ ആവശ്യം വരുന്നില്ല. മൂന്നാമത്, ചിലപ്പോൾ വാർദ്ധക്യത്തിലെ കാഴ്ചക്കുറവിനെക്കുറിച്ചാവാം, അല്ലെങ്കിൽ വാർദ്ധക്യത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നില്ല എന്നുമാകാം. ഈ കവിതയെക്കുറിച്ചുള്ള ചോദ്യം ഇതാണ്: ലാഠിയാം ബുഢാപ്പേക്കി ദീഖ്തി നെഹിം. ഈ വരികളിൽ നിന്ന് എന്തർത്ഥമാണ് ലഭിക്കുന്നത്? അതെ, അതായത് വാർദ്ധക്യത്തിന്റെ ബലഹീനതയെ നിരാകരിക്കുന്നൊരു മനോഭാവം, അല്ലെങ്കിൽ വാർദ്ധക്യത്തെ വകവയ്ക്കാത്ത മനസ്സുണ്ടാകുക, അല്ലെങ്കിൽ വാർദ്ധക്യത്തെ ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ എന്നൊക്കെ നമുക്കിതിനർത്ഥം നൽകാം. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ ഇതിന് വ്യത്യാസമുണ്ടാകാം. അതാണ് കവിതയുടെ ഭംഗി. ഇനി നമുക്ക് അവസാനത്തെ ഹൈക്കുവിലേക്ക് കടക്കാം. ഢൂണ്ഡ്തി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. എന്താണ് ഇതിന്റെ അർത്ഥം? ഢൂണ്ഡ്തി രഹി എന്ന് വെച്ചാൽ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. എവിടെയാണ്? ബർഫീലി നഗരി മേ, തണുത്തുറഞ്ഞ നഗരത്തിൽ. എന്താണ് അന്വേഷിച്ചത്? നേഹ് കി ആഞ്ച്, സ്നേഹത്തിന്റെ ചൂട് അല്ലെങ്കിൽ ഊഷ്മളത. വളരെ നന്നായി, ഇതൊരു ആഴമേറിയ കവിതയാണ്. ബർഫീലി നഗരി എന്ന് പറയുമ്പോൾ സ്നേഹമില്ലാത്ത തണുത്തുള്ള യാന്ത്രികമായ ഒരു ലോകത്തെയാണ് ഒരുപക്ഷെ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ആ തണുത്ത ലോകത്തിൽ സ്നേഹത്തിനും ഊഷ്മളതയ്ക്കും വേണ്ടിയാണ് കവി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്.
ഇത് നമ്മളുടെ ഇന്നത്തെ ലോകത്തെക്കുറിച്ച് കൂടി ഒരു സൂചന നൽകുന്നുണ്ട്. ആളുകൾക്ക് സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ സമയം കിട്ടാത്ത, ബന്ധങ്ങൾ തണുത്തുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. അങ്ങനെയൊരു ലോകത്ത് സ്നേഹത്തിനായി ദാഹിക്കുന്ന ഒരു ഹൃദയത്തെക്കുറിച്ചാണ് ഈ ഹൈക്കു പറയുന്നത്. ഈ കവിതയെക്കുറിച്ചുള്ള ചോദ്യം ഇതാണ്: ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? അതെ, സ്നേഹമില്ലാത്ത, വികാരരഹിതമായ ഒരു ലോകത്തിൽ സ്നേഹത്തിനും ഊഷ്മളതയ്ക്കും വേണ്ടിയുള്ള തീവ്രമായ അന്വേഷണം എന്നാണ് ഇതിനർത്ഥം. വളരെ ലളിതമായ വാക്കുകളിൽ വലിയൊരു സത്യം ഈ കവിത പറയുന്നു. അപ്പോൾ കുട്ടികളെ, ഇന്ന് നമ്മൾ 3 ഹൈക്കു കവിതകൾ കണ്ടു. അവ എത്ര ചെറുതാണെങ്കിലും ഓരോ കവിതയും എത്ര വലിയ ആശയങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്ന് കണ്ടില്ലേ? ഹൈക്കു കവിതകളുടെ ശക്തി അതാണ്. വളരെ കുറഞ്ഞ വാക്കുകളിൽ ഒരു ചിത്രം വരയ്ക്കുക, ഒരു വികാരം പകരുക, ഒരു ചിന്തയുണർത്തുക. ഈ കവിതകളിൽ നിന്ന് ജീവിതത്തെക്കുറിച്ചുള്ള പല പാഠങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പ്രതിസന്ധികളിൽ പോലും പ്രത്യാശ, വാർദ്ധക്യത്തോടുള്ള നല്ല മനോഭാവം, സ്നേഹം നഷ്ടപ്പെടുന്ന ലോകത്ത് സ്നേഹത്തിനായുള്ള ദാഹം, ഇതൊക്കെ ഈ കൊച്ചു കവിതകൾ നമ്മളോട് പറയുന്നു. ഇനി നിങ്ങൾക്കുള്ള ഒരു ചെറിയ ഹോംവർക്കാണ്. ഈ 3 ഹൈക്കു കവിതകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടതെന്നും ഒരു ചെറിയ കുറിപ്പായി എഴുതിക്കൊണ്ടുവരണം. അടുത്ത ക്ലാസ്സിൽ നമുക്കിത് ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഹൈക്കു കവിതകളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം.